ഹായ്, നമസ്കാരം. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ആളുകൾ ഉണ്ട്. അതിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, പെരുമാറ്റത്തിൽ അഭിനയിക്കുന്നവരുണ്ട്, ആത്മാർത്ഥതയുള്ളവരുണ്ട്, ആത്മാർത്ഥത ഇല്ലാത്തവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ബന്ധുക്കളിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലും ഉണ്ടാകാം. ഇവരെയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില സാഹചര്യങ്ങളില് ഇങ്ങനെയുള്ളവരുടെ തനി സ്വഭാവം പുറത്തു ചാടും, അവരറിയാതെ തന്നെ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൽ ഒന്നാമത്തെ സാഹചര്യമാണ് ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അയാളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നത്. ആ പറയുന്ന ആളുടെ തനി സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. ആ വ്യക്തി നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സാഹചര്യമാണ് നോ പറയുമ്പോഴും അവർ പറയുന്നത് അംഗീകരിക്കാതെ ഇരിക്കുമ്പോഴും. ചെയ്തതോ അല്ലെങ്കിൽ പറഞ്ഞതോ തെറ്റാണെങ്കിൽ പോലും അതിന് നോ എന്നോ അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ അംഗീകരിക്കാതെ ഇരിക്കുമ്പോഴോ ആ വ്യക്തിയുടെ തനി സ്വഭാവം നമുക്ക് കാണിച്ചു തരും. ഈവൻ നമ്മൾ അവരോട് എല്ലായ്പ്പോഴും അവർ ചെയ്യുന്ന തെറ്റിനോടൊക്കെ സഹകരിച്ച് യെസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മളോട് അവർ നല്ല രീതിയിൽ പെരുമാറും. അല്ലാത്ത പക്ഷം അവരുടെ യഥാർത്ഥമായ സ്വഭാവം പുറത്തുവരും. മൂന്നാമത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ പലതരത്തിലുള്ള ആളുകൾ വരും. പണമുള്ളവരുണ്ടാകാം, പണമില്ലാത്തവരുണ്ടാകാം, സ്വാധീനമുള്ളവര്, ഇല്ലാത്തവര്, അധികാരമുള്ളവര്, ഇല്ലാത്തവര്, സമൂഹത്തിൽ ഉന്നതതലത്തിലുള്ളവര്, താഴ്ന്ന തലത്തിലുള്ളവര് ഒക്കെ വരുന്നതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ ആ വ്യക്തി ഒരു നല്ല വ്യക്തിയാണ്. അല്ലാത്ത പക്ഷം അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു സാഹചര്യമാണ് പണവും പ്രശസ്തിയും അധികാരവും ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ. അതുവരെ ആരെയാണോ അവരെ സഹായിച്ചിട്ടുള്ളത് അവരെയൊക്കെ ഇവര് മറന്നു പോകും. അതുപോലെ തന്നെ വന്ന വഴി മറക്കുകയും ചെയ്യും. അതും അവരുടെ തനി സ്വഭാവമാണ് കാണിക്കുന്നത്. അടുത്തൊരു സാഹചര്യമാണ് കടം കൊടുത്തത് തിരിച്ചു ചോദിക്കുമ്പോൾ. അതുവരെ കളിച്ചും ചിരിച്ചും നമ്മളോട് പെരുമാറിയിട്ടുള്ളവര് കടം കൊടുത്ത പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളിൽ നിന്നും അകലാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഫോൺ വിളിച്ചാൽ പോലും അത് ആൻസർ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അടുത്തൊരു സാഹചര്യമാണ് സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ. ചില മനുഷ്യരുണ്ട് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സഹായിക്കുന്നവര്. പണമാണെന്നല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് തിരിച്ച് ഹെൽപ്പ് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇവര് സഹായിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ പോലും അവരെ സഹായിക്കുക ഇല്ല. അതും ആ വ്യക്തിയുടെ തനി സ്വഭാവമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സാഹചര്യമാണ് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. പണം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമുക്കൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ തനി സ്വഭാവം വെളിവാക്കുന്ന, യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന ചില സാഹചര്യങ്ങളാണ്. നമുക്ക് എല്ലാം ഉള്ളപ്പോൾ, എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കില്ല പലരും പ്രതിസന്ധി ഘട്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പെരുമാറുന്നത്. എല്ലായ്പ്പോഴും ഒരേപോലെ ഇരിക്കാനായിട്ട് ഒരു വ്യക്തി പരിശ്രമിക്കണം. അതാണ് യഥാർത്ഥമായ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. താങ്ക് യു.